Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് ചില്ലി ചിക്കൻ കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെക്കുക. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞതാണിത്. നമ്മൾ ഉള്ളി ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവറും മണവും കൂടെ ഒന്നും കൂടി നന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കതാവുമ്പോഴേക്ക് ജാറിൽ ഞാൻ ഇവിടെ ഒരു 12-13 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഫസ്റ്റ് പൊടിക്കുക, എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു മുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫുള്ള് പിഴിഞ്ഞു കൊടുക്കുന്നില്ല, പകുതിയെ പിഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി തിരുമ്മി വെച്ചതായിരുന്നു. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചിക്കനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പം നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കനത്തെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ അരച്ച് വെച്ച വറ്റൽമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ എരിവിനായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമുക്ക് ഇതൊന്ന് ഒരു 5-7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ അരച്ച് വെച്ച വറ്റൽമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയിൽ ബാക്കി വന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മുടെ മുളക് പേസ്റ്റും ചിക്കനൊക്കെ നന്നായിട്ട് മിക്സായി വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വീണ്ടും ചുടുവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഒരു 5-7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെയും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെഡ് ചില്ലി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക്